Hey everybody, Advocate Sebin Khada here. Welcome to episode 3/6 of election series. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീ സാന്നിധ്യം അറിയിച്ച ഇലക്ഷനാണ് ഈ വരാൻ പോകുന്നത്. ആർട്ടിക്കിൾ 243D ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് മാൻഡേറ്റ് ചെയ്യുന്നത് 50% ഓഫ് റിസർവേഷൻ ആണ്. അപ്പൊ ഈ റിസർവേഷൻ പ്രൊസീജിയർ, വാട്ട് ഈസ് റിസർവേഷൻ, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സ്ത്രീകൾക്ക് സംവരണം കൊടുക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് കേൾക്കാം. അപ്പോ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യം, സ്ത്രീ സംവരണം എന്നൊക്കെ പറയുമ്പോൾ കാലാകാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പണ്ട് കാലത്ത് നമുക്കറിയാവുന്ന പോലെ സ്ത്രീ ശാക്തീകരണവും സ്ത്രീ പ്രാതിനിധ്യവും ഒക്കെ വളരെ കുറവായിരുന്നു. സ്ത്രീകൾ അധികവും വീടിന്റെ അകത്ത് ഒതുങ്ങിക്കൂടണം എന്നുള്ള ആശയങ്ങളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് ഓത്തിന് ഇരുന്നതിന് ശേഷം എഴുത്തിന് ഇരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ ദുർബലരാണ്, ശാപല്യമുള്ളവരാണ് എന്നൊക്കെയുള്ള ഒരു ആശയങ്ങൾ, ചിന്താഗതികളുമായിരുന്നു മുമ്പ്. ഏറ്റവും പരിഷ്കൃതം എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കുന്ന ബ്രിട്ടനിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം വരെ അടുത്ത കാലത്താണ് ലഭിച്ചത്. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് സ്ത്രീകൾ ശാക്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം സമൂഹം നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് കൈവെക്കാത്ത ഒരു മേഖലകളും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ശാസ്ത്ര രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും ഒക്കെ. ഇനി പറയുകയാണെങ്കിൽ എലക്ഷൻ, വോട്ടിംഗ്, ജനാധിപത്യം, ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ തന്നെ വളരെയധികം പുരോഗതി പ്രാപിച്ച് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. ലോകസഭയിലെ പ്രാതിനിധ്യം പറയുകയാണെങ്കിൽ 33% ലോകസഭയിലായാലും രാജ്യസഭയിലായാലും എല്ലാ ജനസഭകളിലും പ്രാതിനിധ്യം നൽകണമെന്ന് നിയമം പാസാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ നിയമം ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു കാര്യം.